നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരത്തിൽ വരുന്ന വേദനകളെ നിയന്ത്രിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരവയവമാണ്. പക്ഷെ നമ്മുടെ തലച്ചോറിന് സ്വന്തമായിട്ട് വേദന അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. അതെ, നമ്മുടെ ശരീരത്തിൽ വരുന്ന വേദനകളെ നമുക്ക് മനസ്സിലാക്കി തരുകയും അതുപോലെ തന്നെ ഈ വേദനകളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു അവയവമാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ തലച്ചോറിന് സ്വന്തമായിട്ട് വേദനകൾ അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് കാരണം തന്നെയാണ് ഒരു ഡോക്ടർ ഒരു രോഗി ഉണർന്നിരിക്കുമ്പോൾ തന്നെ അയാളുടെ തലച്ചോറ് മുറിക്കുകയോ അല്ലെങ്കിൽ ആ തലച്ചോറുമായിട്ട് പെരുമാറുകയോ ചെയ്യുമ്പോൾ പോലും ആ ഒരു രോഗിക്ക് വേദന അനുഭവപ്പെടാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യ ശരീരത്തിൽ വേദനകൾ അറിയാൻ സഹായിക്കുന്നത് പെയിൻ റിസപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് ഈ പറയപ്പെടുന്ന പെയിൻ റിസപ്റ്റേഴ്സ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തൊലിയിൽ, നമ്മുടെ മസിലുകളിൽ, നമ്മുടെ ജോയിൻറ്റുകളിൽ, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ, ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ പറയപ്പെടുന്ന പെയിൻ റിസപ്റ്റേഴ്സിനെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസിൻ്റെ ഉള്ളിൽ ഈ പെയിൻ റിസപ്റ്റേഴ്സ് ഇല്ലാത്തതാണ് ഇങ്ങനെ വേദന അനുഭവപ്പെടാത്തതിൻ്റെ കാരണം. അപ്പോൾ എല്ലാവർക്കും വരാവുന്നൊരു സംശയമാണ്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് തലവേദനയൊക്കെ വരുന്നത്? അപ്പം ഞാൻ പറഞ്ഞത് ബ്രെയിനിനുള്ളിലെ ടിഷ്യൂസിൽ പെയിൻ റിസപ്റ്റേഴ്സ് ഇല്ല എന്നാണ്. പക്ഷേ ബ്രെയിൻ കവറിങ്സിൽ വരുന്ന മെനിഞ്ചസിലും അതുപോലെ തന്നെ ഔട്ടർ കവറിംഗ് ആയിട്ടുള്ള സ്കള്ളിലും ബ്ലഡ് വെസലുകളിലും ഈ പറയപ്പെടുന്ന പെയിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് കാരണം കൊണ്ടാണ് നമുക്ക് ഹെഡ് ഏക്കും അതുപോലെയുള്ള വേദനകളൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഏതായാലും 7 Days of Human Wondersൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.